നമസ്കാരം. ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച 26 CPM ഗുണ്ടകൾ ഇപ്പോഴും ജയിലിലാണ്. നേതാക്കളുടെ വാക്കുകേട്ട് മുന്നും പിന്നും നോക്കാതെ എടുത്തുചാടി. ഇത്രയൊക്കെ വരുമെന്ന്, ഇങ്ങനെയൊക്കെ ആകുമെന്ന്, ജയിലിലേക്ക് പോകുമെന്ന് എന്നൊന്നും അവരാരും കരുതിയിട്ടുണ്ടാകില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിലും മറ്റും നടത്തുന്ന സമരങ്ങളിൽ മുദ്രാവാക്യം വിളിക്കുകയും പോലീസിനെ തല്ലുകയും കല്ലെറിയുകയും ഒക്കെ ചെയ്യുന്നത് പോലെയാണ് കാര്യങ്ങളെന്നാണ് ഇവരൊക്കെ ധരിച്ചു വെച്ചിരുന്നത്. എന്നാൽ ഇവരുടെ എല്ലാം പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ടാണ് 26 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്തായാലും ഇതോടുകൂടി വെട്ടിലായിരിക്കുന്നത് റഹീമും ഗോവിന്ദനും ജോൺ ബ്രിട്ടാസും കടകംപള്ളി സുരേന്ദ്രനും പ്രശാന്തും ഒക്കെ അടക്കമുള്ള നേതാക്കളാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ആക്രമണവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്ന എല്ലാവരും പാർട്ടിയുമായി ബന്ധമുള്ളവരാണ്. പാർട്ടി നേതാക്കളുമായിട്ടൊക്കെ, പ്രാദേശിക നേതാക്കളുമായിട്ടൊക്കെ അടുപ്പമുള്ളവരാണ്. ആ ഒരു അടുപ്പത്തിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമം ഇവർ നടത്താൻ തയ്യാറായത്. അതായത് ഈ നേതാക്കളൊക്കെ തങ്ങളെ സംരക്ഷിക്കുമെന്നുള്ളൊരു മിഥ്യാധാരണ ഇവർക്കുണ്ടായിരുന്നു. ഈ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഗൗരവം എന്താണെന്ന് അവർ ഓർത്തില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് അറിയുമായിരുന്നില്ല. എന്നിട്ടാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചതും വാഹനം തല്ലി തകർക്കുകയും ഒക്കെ ചെയ്തത്. ഒരു പൊതുമുതൽ നശിപ്പിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതൊക്കെ സാധാരണക്കാരായ ഒരു കുട്ടിക്ക് പോലും അറിയാവുന്നൊരു കാര്യമാണ്. അവിടെയാണ് ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് അവർ മാറിയത്. എന്തായാലും നേതാക്കളെ വിശ്വസിച്ചുകൊണ്ട് ഇത്തരത്തിൽ അക്രമം അഴിച്ചുവിടുകയും അതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുകയും ചെയ്തതോടെയാണ് ഇവർക്കിതിൻ്റെ ഗുരുതരാവസ്ഥ ബോധ്യമായത്. ഇപ്പോൾ ജയിലിൽ കിടക്കുന്നവരെക്കുറിച്ചല്ല, അവരുടെ വീട്ടുകാർ ഇപ്പോൾ വളരെ ശക്തമായി തന്നെ നേതാക്കൾക്കെതിരെ പ്രതിഷേധിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇവരെയൊക്കെ ആശ്വസിപ്പിക്കാനായി, ഈ വീട്ടുകാരെ ആശ്വസിപ്പിക്കാനായി വി ശിവൻകുട്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കളൊക്കെ പലരുടെയും വീടുകൾ സന്ദർശിച്ചിരുന്നു. അതൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ ആഘോഷമാക്കുകയൊക്കെ ചെയ്തു ഈ ഇടത് സൈബർ കമ്മികൾ. അതിനുശേഷം ജയിലിലേക്ക് പോയവരെ വീരപരിവേഷം നൽകിക്കൊണ്ടാണ് ഇടത് സൈബർ ഇടങ്ങൾ ആഘോഷിച്ചത്. പക്ഷേ 1-2 ദിവസങ്ങൾ കഴിഞ്ഞ് കാര്യങ്ങളുടെയൊക്കെ ഗൗരവം ബോധ്യമായപ്പോഴാണ് കളി കാര്യമായി എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായത്. ഇതിൽ പലരും കൂലിപ്പണിയെടുത്തും മറ്റും ജീവിക്കുന്ന ആൾക്കാരാണ്, ഈ ജയിലിൽ കിടക്കുന്നവരിൽ പലരും. അപ്പോൾ ഇവരൊക്കെ ജയിലിലായതിനു ശേഷം ഈ വീടുകളിലുള്ള വരുമാനം നിലച്ചു എന്ന് മാത്രമല്ല, ഇനി എത്ര കൊല്ലത്തോളം ഇവർ കേസ് പറയണം, എത്ര കൊല്ലം ജയിലിൽ കിടക്കണം എന്നുള്ള കാര്യമൊന്നും ആർക്കും അറിയില്ല. അവർക്കും ഒരു വ്യക്തതയില്ലാത്തൊരു കാര്യമാണ്. ഇതൊക്കെ ഇവർ ജയിലിലേക്ക് പോയതിനു ശേഷമാണ് ഇവരുടെ മാതാപിതാക്കളും ഭാര്യമാരും സഹോദരങ്ങളും അടക്കമുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലായത്. CPMൻ്റെ നേതാവാണ്, CPMൻ്റെ പ്രവർത്തകനാണ് എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാരൊക്കെ ഭയക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അവർക്ക് ആ ഒരു ഭയം കൊണ്ടാണ്, അല്ലെങ്കിൽ തങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും ന്യായീകരിക്കുന്ന ഒരു പാർട്ടി, അല്ലെങ്കിൽ തങ്ങൾക്ക് സുരക്ഷിതമായ ഒരു താവളം എന്നുള്ള നിലയ്ക്കാണ് പലരും ഈ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നത്, അതിൻ്റെ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നത്. അല്ലാതെ കമ്മ്യൂണിസം എന്താണെന്നോ മാർക്സിസം എന്താണെന്നോ, കമ്മ്യൂണിസം നിലനിന്നിരുന്ന രാജ്യങ്ങളുടെ അവസ്ഥ എന്താണെന്നോ, ആ കമ്മ്യൂണിസം ആ രാജ്യങ്ങളിൽ നിന്ന് പടിയിറങ്ങിപ്പോയതിനു ശേഷം ആ രാജ്യത്തുണ്ടായ വികസനങ്ങൾ എന്താണെന്നോ ഒന്നും ഇവർക്കറിയില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ആകെ അറിയാവുന്നത് പിണറായി വിജയൻ പറയുന്ന വാചകങ്ങളാണ്, പിണറായി വിജയൻ്റെ ഗുണ്ടാ ശൈലിയിലുള്ള സംസാരമാണ്. ഇതൊക്കെയാണ് ഇവരെ ഇതിലേക്ക് ആകർഷിക്കുന്നത് എന്ന് മാത്രമല്ല, തങ്ങൾ ചെയ്യുന്ന എന്തു പ്രവൃത്തികളെയും ന്യായീകരിക്കാനും തങ്ങളോടൊപ്പം നിൽക്കാനും ഒരു വലിയൊരു കൂട്ടം ആൾക്കാരുണ്ട് എന്നുള്ളൊരു തോന്നൽ, അതാണ് ഈ നേതാക്കളൊക്കെ മുതലെടുത്തത്. എന്തായാലും ഇവരൊക്കെ ജയിലിലായതിനു ശേഷം ഇവരുടെയൊക്കെ വീടിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അവരുടെ മാതാപിതാക്കളുടെയും ഭാര്യമാരുടെയും ഒക്കെ മാനസികാവസ്ഥ വളരെ പരിതാപകരമാണ് എന്നാണ് ഇവരുമായി അടുത്ത പലരും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേതാക്കളെ പുലഭ്യം പറയുന്ന ഒരു കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും തലയ്ക്ക് അല്പമെങ്കിലും വെളിവുള്ള ഒരു നേതാവായിരുന്നുവെങ്കിൽ ഒരിക്കലും അണികളെ ഇത്തരത്തിലൊരു പ്രവൃത്തിയിലേക്ക് തള്ളിവിടുമായിരുന്നില്ല. ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിക്കാനോ അവർ സഞ്ചരിക്കുന്ന വാഹനം തല്ലി തകർക്കാനോ ശ്രമിച്ചാൽ തന്നെ അതിന് തടയുകയായിരുന്നു അവരൊക്കെ ചെയ്യേണ്ടിയിരുന്നത്. അതും അവർ ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇ.ഡി. ഉദ്യോഗസ്ഥരെ പോലും ആക്രമിക്കാൻ തക്ക വിധത്തിലുള്ള ശക്തിയുള്ളവരാണ് ഞങ്ങൾ എന്ന് സമൂഹത്തെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ ബോധ്യപ്പെടുത്താനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു ഈ എം.വി. ഗോവിന്ദൻ അടക്കമുള്ള വിവരം കെട്ട നേതാക്കൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇ.ഡി. റെയ്ഡുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് 26 പേർ ജയിലിൽ പോയതിനു ശേഷമാണ് CPMലും SFIയിലും DYFIയിലും ഒക്കെ പ്രവർത്തിക്കുന്ന പലരുടെയും മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ആ പ്രവർത്തകർക്കു തന്നെയും തലയ്ക്ക് വെളിവ് വീണത്. കാരണം തങ്ങൾക്ക് എന്തെങ്കിലും ഒരു തട്ടുകേട് സംഭവിച്ച് ജയിലിൽ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന നേതാക്കൾക്ക് ആർക്കും തങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവരിപ്പോൾ പലരും ഉൾക്കൊണ്ടിരിക്കുന്നു. ഇത് ഈ പാർട്ടിയിൽ തന്നെ, ഈ പ്രസ്ഥാനങ്ങളിൽ തന്നെ പ്രവർത്തിക്കുന്ന പലരോടും സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന പലരുടെയും ഉറ്റബന്ധുക്കൾ, അവർക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ ജയിലിൽ കിടക്കുന്നവർക്ക് ജാമ്യം കിട്ടിയില്ലെങ്കിൽ അവരുടെ വീട്ടുകാരൊക്കെ പ്രത്യക്ഷമായി തന്നെ പാർട്ടിക്കും നേതാക്കൾക്കുമെതിരെ രംഗത്തിറങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.